വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്നാന്നറിയാമോ? ചുരിദാറയിലും ടോപ്പുകളേലും കുർത്തിയിലും ഡ്രസ്സിലൊക്കെ ചെയ്യാവുന്ന നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്ക് പ്ലസ് ഒരു എംബ്രോയിഡറിയാണ്, ഒരു ഹാൻഡ് എംബ്രോയിഡറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് ഈ പാറ്റേൺ ഉണ്ടായിരുന്നതാണ്. ഈ ടൈപ്പിലെ ഡ്രസ്സുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നു. പക്ഷെ അതൊക്കെ ഇന്നിപ്പോൾ നിന്നുപോയി. പക്ഷെങ്കിൽ പഴയ കാലം തൊട്ടുള്ള ആ ഫാഷനുകളൊക്കെയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പം എന്നെ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയപ്പോഴേക്ക് എനിക്കതൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു ഓർമ്മയാണ് ഈ ഒരു ഡിസൈൻ നിങ്ങളുടെ മുന്നിൽ റീക്രിയേറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുക. അതാ ഞാൻ ഇത്രയും കുഞ്ഞ് ഒരു ഫ്ലവർ പേപ്പറിൽ വരച്ചിട്ട് അതിനെ വെട്ടിയെടുത്തു. കണ്ടില്ലേ? ഇതറിയാൻ വയ്യാത്തിട്ട് ആരുമില്ല. കണ്ടോ? ഇതുപോലെ ഞാൻ മുറിച്ചെടുത്ത് എന്നിട്ട് കണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വെട്ട് തുണികളോ ഏതെങ്കിലും കളർഫുൾ ആയിട്ടുള്ള തുണികൾ, നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള, നിങ്ങളുടെ ഒരു തുണിക്ക് മാച്ചിങ് ആയിട്ടുള്ള വേറൊരു തുണിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു വെള്ള തുണിയിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ തുണിയിലോട്ട് ഈ പാച്ച് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി എൻ്റെ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചൊരു തുണി കഷ്ണത്തിൻ്റെ ബാക്കിയത് അതിലോട്ട് ഞാനിത് വെച്ചിട്ട് ഈ തുണിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് വരച്ചെടുത്തു. ആ വരയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? എന്നിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യും? സിസേഴ്സ് കൊണ്ട് നമ്മൾ വെട്ടിയെടുക്കുന്നു. ഓരോ ഫ്ലവേഴ്സും നമ്മൾ വെട്ടിയെടുക്കുന്നു. ഇത് ഞാനിപ്പോൾ ഒരു നെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, ഒരു നെക്ക് ഡിസൈനാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്ക് ചെയ്യാൻ മാത്രമുള്ളൊരു ഫ്ലവേഴ്സ് മാത്രമേ ഞാനിപ്പോൾ വെട്ടിയെടുക്കുന്നുള്ളൂ. ഇത് വെട്ടിയെടുക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാ പറഞ്ഞാൽ ഇല്ലേ? നമ്മളെല്ലാവരും എത്രയോ പേപ്പറിലെ പടങ്ങളൊക്കെ വെട്ടിയെടുത്തല്ലേ? അയ്യോ ശരിയാ, പണ്ടൊക്കെ നമ്മൾ എത്രയോ പടങ്ങളൊക്കെ വെട്ടിയെടുത്ത് നമ്മൾ വേറെ ബുക്കിൽ ഒട്ടിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം അല്ലേ? നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ. എന്നായാലും നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നത് വലിയ കഷ്ടപ്പാട് പിടിച്ച ഒരു പണിയില്ലെന്ന് മനസ്സിലായില്ലേ? ആർക്കും ഇത് വെട്ടിയെടുക്കാന്നുള്ളൂ. അപ്പോൾ ഇത് ആർക്ക് വേണേലും ഇങ്ങനെ വെട്ടിയെടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിനെ വെട്ടിയെടുത്തു. ഇപ്പോൾ ഇതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല. ഇതുകൊണ്ട് ഈ ചേച്ചി എന്നാ എടുക്കാനെന്ന് വിചാരിക്കും. പക്ഷെ ഇതൊന്നും വിചാരിക്കും, ഞാൻ ചെയ്ത് കഴിയുമ്പോൾ വേണം നിങ്ങൾ കാണാൻ. ഓക്കെ, കണ്ടല്ലോ? അപ്പോൾ ഇതുകൂടെ ഞാൻ വെട്ടിയെടുക്കാം. ഇതുപോലത്തെ എനിക്കിപ്പോൾ വേണ്ടത് ഒരു 5 ഫ്ലവറാണ് കേട്ടോ. ഇതാ 3, 4. അപ്പം ഇതേലെ ഞാനിപ്പം വെട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് 5 ഫ്ലവേഴ്സാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ലീഫുകൾ. കണ്ടോ? ലീഫുകൾ. അത് നമ്മൾ ഇതുപോലെ തന്നെ പേപ്പറിൽ ഒരു ലീഫ് വരച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത്, കേട്ടോ, ഈ ഒരു മാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ വെട്ടിയെടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് പേരെ. കേട്ടോ? അപ്പം 5 ഫ്ലവറും നമുക്ക് 10 ലീഫുമാണ്. അപ്പോൾ നമ്മൾ 5 പൂക്കൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ 10 ഇലകളും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു തുണി വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും പഴയ തുണിയെന്ന് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ട് പീസസ് എന്തെങ്കിലും ചുരിദാറൊക്കെ തയ്ച്ചതിന്റെ ബാക്കി തുണികളൊക്കെ എടുത്തിട്ട് പ്രിന്റഡ് ആയിട്ടുള്ളതോ പ്ലെയിൻ ആയിട്ടുള്ളതോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പേന കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചിട്ടല്ലേ നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാർക്ക് കൂടി ഇതിലെ വരുന്നുണ്ട്. കണ്ടോ? ആ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഞാൻ ചെയ്തതിന് മാത്രം. അപ്പോൾ അതും നമുക്കൊരു ഹൈലൈറ്റ്, ഈ പൂക്കൾക്ക് ഒരു ഹൈലൈറ്റ് ആയിരിക്കും. ഞാൻ ഇലകൾ വരച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ടോ? ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. ആ ബ്ലാക്ക് എന്നിട്ട് ഇത് കാണാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് അതിന്റെ ഫിനിഷിങ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ പേന എടുത്ത് നടുവേ ഒന്ന് വരച്ചിട്ട് ഇലയുടെ നടുക്കത്തെ വരകളില്ലേ അതുകൂടെ ഒന്ന് വരച്ചിട്ട്, ഞാൻ കൈ കൊണ്ട് വരച്ചത് കേട്ടോ, ജസ്റ്റ് പെന്ന് കൊണ്ട് വരച്ചേക്കുന്നതാണിത്. എല്ലാ ഇലകളിലും തന്നെ ഞാൻ അങ്ങനെ വരച്ചിട്ട്, അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കൂടുതൽ തോന്നും. ഇപ്പം നിങ്ങൾ എടുക്കുന്ന തുണി ഏത് തരത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എടുത്ത തുണിക്ക് അധികം ഈ സൈഡിൽ നിന്നൊന്നും ഇങ്ങനെ പറഞ്ഞു കയറി വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും എല്ലാ തുണികളും എന്ത് തരം തുണികളാണേലും ഒന്ന് ഉരുക്കി എടുക്കുമ്പോൾ അത് നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. ഒരു വിധത്തിൽ അത് അവിടുന്ന് പൊളിഞ്ഞു പോരത്തില്ല, നൂല് ഇളകി പോരുകയില്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഉരുക്കിയേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓരോ പൂക്കളും എടുത്തിട്ട് സൈഡ് ഇതുപോലെ ഉരുക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിങ്, ഒന്നുകൂടെ നല്ല ഫിനിഷിങ് ഇരിക്കും. കണ്ടോ? നല്ലൊരു ഫിനിഷിങ്ങിൽ എത്തുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ലീഫിൻ്റെയും
ഇതുപോലെ തന്നെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന സംഭവവാസമൊന്നും വരത്തില്ല. പിന്നെ ഇപ്പം ഒന്നുകൂടെ നല്ല ഫിനിഷിങ് ആയാലും നിങ്ങൾക്ക് തോന്നില്ലേ? ഇതാണെങ്കിൽ ഒന്നും ചെയ്യാത്ത ഫ്ലവറും ഇത് ചെയ്ത ഫ്ലവറും നല്ല ഫിനിഷിങ്ങാണ്. അപ്പോൾ നിങ്ങൾ സൈഡൊന്നും നിങ്ങൾക്ക് എന്നാ പറയണ്ടേ, എക്സ്ട്രാ തയ്ച്ചു കൊടുക്കുകയോ അതിനെ ഫിറ്റ് ചെയ്യാൻ നോക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. എക്സലൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു ലീഫ് കൂടെ ഒരുക്കി നിങ്ങളെ കാണിച്ചേക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് മെഴുകുതിരി ഇതുപോലെ കത്തിച്ചിട്ട് സൈഡ് ഉരുക്കിയെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റർ ഉപയോഗിക്കാം. സിഗരറ്റൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മുഴുവൻ ഞാൻ ബാക്കി ചെയ്തിട്ട് വരട്ടെ, നിങ്ങളും ഒപ്പം ചെയ്തോ കേട്ടോ. ഈസിയാണ്, ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ സംഭവവാസങ്ങളെല്ലാം നല്ല, നമ്മുടെ പൂക്കളും നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം നന്നായിട്ട് ഞാൻ സൈഡ് ഒരുക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ക്വിക്കായിട്ട് ഞാൻ ഈ ടോപ്പ് ആണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു വൈറ്റ് ടോപ്പിലാണ് ഞാനത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ചുരിദാറിൻ്റെ ടോപ്പോ നിങ്ങൾക്ക് എന്ത് വേണം അതിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഉടുപ്പോ എന്തായാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്ത് മടുക്കണ്ട. ഹാൻഡ് എംബ്രോയ്ഡറി ഒന്നും ചെയ്ത് മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. ഇത് എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഭയങ്കര ക്വിക്കാണ്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എന്നെ ഫാസ്റ്റിലാണ് നോക്കി. ഞാൻ ചുമ്മാ ഒരു ഐഡിയ വെച്ച് അങ്ങ് താങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ. എത്ര ഫാസ്റ്റിലാണ് ഞാൻ ചെയ്തെന്ന് നോക്കിയേ. ഇതിനെ ഒന്നുകിൽ നിങ്ങൾക്ക് മെഷീനിൽ തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഉപയോഗിച്ചിട്ട്, ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി അങ്ങനെ പറഞ്ഞു പോരത്തില്ല, ചെറുതായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. അവിടെ ഇവിടെ ഓരോ തയ്യലായിട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണല്ലോ ഇതിനെ ഒന്ന് ചെയ്തെടുക്കാം. എന്തായാലും ഞാൻ ആദ്യം ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ ഇതേ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇതേ സിമ്പിളായിട്ട് ഈസി പീസി കണ്ടോ. ഇനി അവിടെ ഇടയിച്ചിട്ട് പറ്റിയെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊക്കോളും ഈ ഗ്ലൂ കേട്ടോ. ഇതാ നോക്കണം കേട്ടോ. ഇതെന്തായാലും എല്ലാവർക്കും ചെയ്യാം. ഇതിൻ്റെ കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ കുഞ്ഞിത് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ ഇതാ ഞാൻ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. തീർന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഇതിനെ ജസ്റ്റ് ആ വെയിലത്തോട്ടം നിട്ടാൽ പപ്പടം പോലെ ഉണങ്ങി സെക്കൻഡോട് കിട്ടും. പക്ഷേ ഈ നാട്ടിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ അത്ര ഈസിയല്ല ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ പണി എന്നാണെന്നറിയാമോ, ഡ്രയർ ഉണ്ടല്ലോ, ഹെയർ ഡ്രയർ, അത് ചെറുതായിട്ടൊന്ന് പിടിക്കാൻ പോകും, ഹീറ്റിങ് താത്തിലിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ആ പണി ഞാൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇടയിലേക്ക് എന്തെങ്കിലും മുത്തോ എന്തെങ്കിലും വെച്ച് ഇച്ചിരി ചെറുതായിട്ട് ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഉള്ളത് ഇതേ ഇങ്ങനത്തെ കല്ലിൻ്റെ റൈൻ സ്റ്റോൺ ആണ് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഇതാ ഇങ്ങനത്തെ റൈൻ സ്റ്റോണുകൾ. ഇതിൻ്റെ 4 ഭാഗത്തും ഹോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് തയ്ച്ച് പിടിപ്പിക്കുന്ന ടൈപ്പ്. ഞാൻ അവിടുത്തെ ഈ ഫ്ലവറിനകത്ത് കൊടുക്കാം. ഓരോന്ന് കൊടുത്ത് ഇതിനെ ഒന്ന് സുന്ദരിയാക്കും. ഒരു കുഞ്ഞു തിളക്കമൊക്കെ ഇരിക്കട്ടെ. അപ്പം നല്ല രസമായിരിക്കത്തില്ലേ കാണാൻ. കിടു ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവളൊരു സുന്ദരി കുട്ടിയായിരിക്കും. ഈ ഒരു വർക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പ്രയോജനമാകാൻ പോകുന്നത് എംബ്രോയ്ഡറി ചെയ്യാൻ മടിയുള്ളവർക്കും, അല്ലെങ്കിൽ എന്താ പറയുക ചെയ്താൽ ഞാൻ ശരിയാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇങ്ങനത്തെ വർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ഈ പാർട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് കൊണ്ട് ചെയ്തെടുക്കാൻ, നൂല് കൊണ്ട് ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും. ഇതാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കുക. പിന്നെ ജസ്റ്റ് ഫ്ലവറിൽ ഓരോ കല്ല് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പം തന്നെ നല്ല ഭംഗിയല്ലേ. ഇതിനെ നമുക്കിനി തുന്നി എന്ന് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മോഡൽ നിങ്ങളെ കാണിച്ച് തന്നു എന്ന് മാത്രം. നമുക്കിനി ഒന്ന് തുന്നി ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഈ റൈൻ സ്റ്റോൺ വെച്ച് തയ്ച്ചു പിടിപ്പിക്കാം. എന്നിട്ട് ഞാൻ വരാം കേട്ടോ. ഹലോ, അപ്പം നമ്മൾ ഇതിൻ്റെ കല്ലുകൾ വെച്ച് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ലീഫുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്ച്ച് പിടിപ്പിക്കാമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ലീഫ് വെട്ടുമ്പം ആ ബ്ലാക്ക് മാർക്ക് കൂടെ നന്നായിട്ട് ചെയ്യുമ്പോൾ ഈ ലീഫിന് നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഇനിയും ഇങ്ങനെ പോരാ, നിങ്ങൾക്ക് ഇനിയും ഈ ലീഫിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഓക്കെ, ആ മോഡലിൽ നമ്മുടെ അപ്സിഡൈസ് ഒക്കെ ചെയ്യുന്ന മോഡൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എനിവേ ഞാൻ കുറച്ച് ഐഡിയ പറഞ്ഞു തന്നു എന്ന് മാത്രം. എനിവേ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഈ മെത്തേഡ് ചെയ്യുന്നത് ഇതെന്തായാലും പറഞ്ഞു പോരത്തില്ല. നല്ല സുന്ദരമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടുത്തെ കൊച്ചു മുത്തുകളൂടെ വെച്ച് കൊടുക്കാം എന്തായാലും. അപ്പോൾ അതുകൂടെ വരുമ്പോൾ ഇതിന് കൂടുതൽ ഭംഗി. എന്തായാലും ഈ തുണിയുടെ ഇടയ്ക്കൊക്കെ ഇച്ചിരി തിളക്കം, എന്തെങ്കിലും സീക്വൻസുകളോ അല്ല എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിയുമ്പം ഈ തുണിക്ക് പ്രത്യേക ഒരു ലുക്ക് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഇച്ചിരി
റൈൻ സ്റ്റോണോ അല്ലെങ്കിൽ സീക്വൻസുകളോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് ഇതിനെ കൂടുതലൊന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും അതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഞാൻ ഓർത്തു നമുക്കിതുപോലത്തെ കുഞ്ഞി 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 കുഞ്ഞ് കണ്ട സുന്ദരിയാണ് അവരെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിനൊരു പ്രത്യേക ലുക്ക് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇച്ചിരി തിളക്കമൊക്കെ നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് മുഴുവൻ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാനിതിനെ ഇട്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലടിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ മണിയടി ഒരിക്കലും മറക്കരുത്. അപ്പോൾ എന്നാൽ ഞാൻ ഇട്ടിട്ട് ഓടി വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു ടോപ്പാണ്, അല്ലെങ്കിൽ ടീഷർട്ട്. അത് നിങ്ങൾക്ക് ടീഷർട്ടിലോ ടോപ്പേലോ ഏതെങ്കിലും വേണേലും ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കേ, ഇഷ്ടപ്പെട്ടോ? ഈ വർക്ക് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ? സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ചെറിയ പൂക്കളും ഇലകളും വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഒരു ശകലം വലുപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. നിങ്ങൾ കൊച്ചു പിള്ളേരൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ എൻ്റെ കാർഡിഗൻ ജസ്റ്റ് ഇട്ട് വന്നിരിക്കുക, ഭയങ്കര തണുപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെ കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. എന്നാൽ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഉടനെ തന്നെ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.